മാർക്കറ്റ് എപ്പോഴാണ് റിവേഴ്സ് ആകാൻ പോകുന്നത് എന്ന് കൃത്യമായി അറിയണോ? ചാർട്ടിലെ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രേഡിംഗിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന നല്ല ആക്യുറസി തരുന്ന ട്രിപ്പിൾ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകളെ കുറിച്ചാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ 3 കാൻഡിലുകൾ ഒരുമിച്ച് ചേർന്ന് മാർക്കറ്റിന്റെ അടുത്ത നീക്കം അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ പ്രവചിക്കുന്ന രീതിയാണിത്. മാർക്കറ്റിൽ എപ്പോഴാണ് കളി മാറുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 പാറ്റേണുകൾ പരിചയപ്പെടാം. മോർണിംഗ് സ്റ്റാർ. മാർക്കറ്റ് തുടർച്ചയായി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി മുകളിലേക്ക് വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണിത്. ഇതൊരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ്. ഇതെങ്ങനെ തിരിച്ചറിയാം? ആദ്യത്തെ കാൻഡിൽ നല്ലൊരു വലിയ ചുവപ്പ് കാൻഡിൽ ആയിരിക്കും. ഇവിടെ സെല്ലേഴ്സ് ശക്തരാണ്. രണ്ടാമത്തെ കാൻഡിൽ താഴെ കാണുന്ന ചെറിയ ബോഡിയുള്ള ഒരു കാൻഡിൽ. ഇതിനെ നമ്മൾ സ്റ്റാർ എന്ന് വിളിക്കും. ഇവിടെ ബയ്യേഴ്സും സെല്ലേഴ്സും തമ്മിൽ കടുത്ത മത്സരമാണ്. മൂന്നാമത്തെ കാൻഡിൽ വലിയൊരു പച്ച കാൻഡിലാണ്. ഇത് ആദ്യത്തെ ചുവപ്പ് കാൻഡിലിന്റെ പകുതിക്ക് മുകളിലായി ക്ലോസ് ചെയ്യണം. ഇതിനർത്ഥം സെല്ലേഴ്സിന്റെ പവർ തീർന്നു. ഇനി ബയ്യേഴ്സ് മാർക്കറ്റ് പിടിച്ചെടുക്കാൻ പോകുന്നു. ഇവിടെ നമുക്ക് ബൈ എൻട്രി നോക്കാവുന്നതാണ്. ഈവനിങ് സ്റ്റാർ. മാർക്കറ്റ് താഴേക്ക് വരാൻ പോകുന്നു. ഇത് മോർണിംഗ് സ്റ്റാറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി താഴേക്ക് വീഴാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണിത്. ഇതൊരു ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ്. ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ആദ്യത്തെ കാൻഡിൽ വലിയൊരു പച്ച കാൻഡിൽ ആയിരിക്കും. ഇവിടെ ബയേഴ്സ് ഫുൾ ഫോമിലാണ്. രണ്ടാമത്തെ കാൻഡിലോ മുകളിൽ കാണുന്ന ചെറിയ ബോഡിയുള്ള സ്റ്റാർ കാൻഡിൽ. മൂന്നാമത്തെ കാൻഡിൽ വലിയൊരു ചുവപ്പ് കാൻഡിൽ. ഇത് ആദ്യത്തെ പച്ച കാൻഡിലിനെ പകുതിക്ക് താഴെയായി ക്ലോസ് ചെയ്യണം. ഇതിനർത്ഥം ബയേഴ്സ് ശക്തി കുറഞ്ഞു. ഇവിടെ സെല്ലേഴ്സ് വന്ന് മാർക്കറ്റ് താഴേക്ക് അടിച്ചിറക്കാൻ പോകുന്നു. ഇവിടെ നമുക്ക് ഷോർട്ട് ചെയ്യാൻ നോക്കാം. ഇനി ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഗോൾഡൻ റൂൾസ് ഉണ്ട്. ഈ പാറ്റേണുകൾ ചാർട്ടിൽ കണ്ട ഉടനെ ട്രേഡ് എടുക്കരുത്. പ്രൊഫഷണൽ ട്രേഡേഴ്സ് ശ്രദ്ധിക്കുന്ന 2 കാര്യങ്ങൾ നിങ്ങളും ഓർക്കുക. മോർണിംഗ് സ്റ്റാർ എപ്പോഴും താഴെ സപ്പോർട്ട് ലെവലിലും ഈവനിംഗ് സ്റ്റാർ എപ്പോഴും മുകളിൽ റെസിസ്റ്റൻസ് ലെവലും വരുമ്പോഴാണ് കൂടുതൽ കൃത്യത തരുന്നത്. കൺഫർമേഷൻ. മൂന്നാമത്തെ കാൻഡിൽ പൂർണ്ണമായി ക്ലോസ് ആയതിനു ശേഷം മാത്രം ട്രേഡിലേക്ക് എൻട്രി എടുക്കുക. റിസ്ക് മാനേജ് ചെയ്യാൻ കൃത്യമായ സ്റ്റോപ്പ് ലോസ് വെക്കാനും മറക്കരുത്. സിമ്പിൾ അല്ലേ? ലൈവ് ചാർട്ടുകളിൽ പോയി ഈ പാറ്റേണുകൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കൂ. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി പേജ് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.